സാങ്കേതിക ഡിജിറ്റൽ VC നിയമനത്തിലെ സമവായ നീക്കം സെർച്ച് കമ്മിറ്റി അറിയിച്ചു. ധൂലിയ കമ്മിറ്റി ഒത്തുതീർപ്പിലെത്തിയെന്ന് സർക്കാരും ഗവർണറും കമ്മിറ്റി അധ്യക്ഷൻ സുധാംശു ധൂലിയാണ് അറിയിച്ചത്. ഇക്കാര്യം നാളെ കേസ് പരിഗണിക്കുമ്പോൾ ധൂലിയ സുപ്രീം കോടതിയിൽ അറിയിക്കും. തർക്കം സമവായത്തിലെത്തിയില്ലെങ്കിൽ സുപ്രീം കോടതിയെ നേരിട്ട് നിയമിക്കാനായിരുന്നു നീക്കം. ഇതിനിടെ KTU VCയായി സിസ തോമസ് ഇന്ന് ചുമതലയേൽക്കും. രാവിലെ 11 മണിക്ക് സർവകലാശാല ആസ്ഥാനത്ത് എത്തിയാകും ചുമതല ഏറ്റെടുക്കുക. ഡിജിറ്റൽ VC സജി ഗോപിനാഥ് ഇന്ന് ചുമതല ഏറ്റെടുക്കില്ല. ഗോപാൽ ശിലാസനയിലോട്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ, ഗുഡ് മോർണിംഗ് ഗോപാൽ. അങ്ങനെ 1-1 ഗോളടിച്ച് ആ പ്രശ്നം താൽക്കാലികമായി ഒരു സമനിലയിൽ കലാശിച്ചിരിക്കുകയാണ്. ഇന്ന് 11 മണിക്ക് സിസ തോമസ് എത്തും. സജി ഗോപിനാഥ് ഇനി വരും ദിവസങ്ങളിലെ ചുമതല ഏൽക്കുകയുള്ളൂ എന്നറിയുന്നു. SFIയുടെ പ്രൊട്ടസ്റ്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇനി സമരം ചെയ്യാൻ കഴിയില്ലല്ലോ ഡോക്ടർ അരുൺകുമാർ. കാരണം പരസ്പരം കൈകൊടുത്ത് സമനിലയിൽ പിരിഞ്ഞൊരു ഘട്ടമാണല്ലോ ഇപ്പോൾ ഉള്ളത്. എന്തായാലും സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലും വർഷങ്ങളായി നീണ്ടു നിൽക്കുന്നൊരു വലിയ പ്രതിസന്ധിക്കും പോരടിക്കുമൊക്കെയാണ് ഇപ്പോൾ സമവായമായിരിക്കുന്നത്. അങ്ങനെ സമവായമായി എന്നുള്ള കാര്യം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഇരുകൂട്ടരും ചേർന്ന് സെർച്ച് കമ്മിറ്റി അറിയിച്ചു എന്ന വിവരമാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. കാരണം നേരത്തെ പലതവണ സമവായത്തിന് സുപ്രീം കോടതി പോലും നിർദ്ദേശിച്ചിട്ടും അതിന് തയ്യാറാകാതെ വന്നതോടെ ഒടുവിൽ കോടതി പറയുകയാണ്, നിങ്ങൾ അങ്ങോട്ട് ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞോളൂ, പകരം ഞാൻ തന്നെ നേരിട്ട് നിയമിക്കാമെന്ന് കോടതി തന്നെ പറയുന്നു. ഒടുവിൽ സുധാംശു ധൂലിയോട് 18-ാം തീയതിക്ക് മുന്നോടിയായി ഒറ്റ പേര് വീതം 2 സർവകലാശാലയിലേക്കും നിർദ്ദേശിക്കാൻ പറഞ്ഞു. ആ നിർദ്ദേശിക്കേണ്ട കാലാവധി ഇന്ന് അവസാനിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഞങ്ങൾ ഒത്തുതീർപ്പിലേക്ക് എത്തിയിരിക്കുന്നു. സിസയെ KTUവിലേക്കും ഡിജിറ്റലിലേക്ക് സജി ഗോപിനാഥിനെയും നിയമിച്ചു എന്ന കാര്യം ധൂലിയെ അറിയിച്ചിരിക്കുന്നത്. നാളെ കേസ് സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ ഇക്കാര്യം, അതായത് ഇത്തരത്തിൽ സർക്കാരും ഗവർണർ തമ്മിൽ ഒത്തുതീർപ്പിൽ എത്തിയെന്നും 2 പേരും ചേർന്ന് ഒറ്റ പേരിലേക്ക് എത്തി നിയമനം നടത്തി ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് എന്ന് രേഖയടക്കം സുധാംശു ധൂലിയ സുപ്രീം കോടതിയെ ധരിപ്പിക്കും എന്നതാണ് മനസ്സിലാകുന്നത്. അതേസമയം തന്നെ മറുവശത്ത് മറ്റൊരു സാധ്യത കൂടിയുണ്ട്. ഇക്കാര്യം ധരിപ്പിക്കാതെ ഒറ്റ പേരുകളായി ഈ 2 പേരുകൾ തന്നെ സജി ഗോപിനാഥിൻ്റെയും സിസ തോമസിൻ്റെയും പേരുകൾ തന്നെ കൊടുക്കാനുള്ളൊരു സാധ്യതയും കൂടി ഇതുമായി ബന്ധപ്പെട്ട് കാണേണ്ടതായിട്ടുണ്ട്. മറുവശത്ത് ഇന്ന് സിസ തോമസ് ഇത്തരത്തിൽ സിസ തോമസ് സാങ്കേതിക സർവകലാശാലയിൽ രാവിലെ 11 മണിയോടുകൂടി ചുമതല ഏറ്റെടുക്കാൻ എത്തും എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. സർവകലാശാല ആസ്ഥാനത്താണ് എത്തിയാണ് അവർ ചുമതല ഏറ്റെടുക്കുക. സജി ഗോപിനാഥ് നിലവിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുള്ളതിനാൽ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ ചുമതല ഏറ്റെടുക്കാൻ എത്തുകയുള്ളൂ. അതിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട് ഡോക്ടർ അരുൺകുമാർ. അത് കൃത്യമായി പറയുകയാണെങ്കിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി നിയമനം നടത്തിയാൽ ഭാവിയിൽ കൂടി നിയമനം തുലാസിലാകാൻ തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമെന്ന ഭയം സർക്കാരിനും ഗവർണർക്കും ഒരുപോലെ ഉള്ളതിനാൽ കൂടിയാണ് ഇത്തരത്തിലൊരു സമവായത്തിലേക്ക് എത്തിയത് എന്ന് സൂചിപ്പിക്കുന്നു. ശരി, ഓക്കെ, താങ്ക് യു. ഗോപാൽ ശിലാസനലാണ് വിവരങ്ങൾ നൽകിയത്.